സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തിരുക്കുറളിന്റെ ദിവസമാണ്. മഹത്തായ ഒത്തിരി അറിവുകൾ തിരുക്കുറളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 133 അധ്യായങ്ങൾ, 90 അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഇനിയും ഒരു വർഷവും കൂടെ പിന്നിടുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് തിരുക്കുറളിനെ നമ്മുടെ മുമ്പിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് ഓർക്കാൻ സാധിക്കും. സോ ഇന്ന് 90ാമത്തെ അധ്യായമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തി മാമിനെയും അതുപോലെ തന്നെ മോഹൻദാസ് സാറിനെയും. ശാന്തി മാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 90ാമത്തെ അധികാരമാണ് നമ്മൾ നോക്കുന്നത്. പെരിയാറെ പിഴയാമൈ. പെരിയാർ എന്ന് പറയുമ്പോൾ വയതിൽ അല്ലെങ്കിൽ വയസ്സിൽ മുതിർന്നവർ എന്നുള്ള അർത്ഥമല്ല. തമിഴിൽ പെരിയാർ എന്ന് പറയുമ്പോൾ പലർക്കും അത് വയസ്സിൽ കൂടിയത് എന്ന ഒരു സംശയം ഉണ്ടാവാറുണ്ട്. പെരിയാർ എന്ന് പറയുമ്പോൾ തമിഴിൽ തന്നെ ഏറ്റവും ഒരു നേതാവ്, തമിഴ്നാട്ടിൽ ഈവേ പെരിയസ്വാമി, ഈവേറ പെരിയസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുമല്ല, കാരണം വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ പെരിയാർ എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ഉള്ള അധികാരങ്ങളിലൊക്കെ ഉட்பகை, അതായത് നമ്മുടെ മനസ്സിനുള്ളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരുമായി അവരുടെ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ തഴയേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പെരിയാറെ പിഴയാമൈ എന്ന ഒരു അധികാരം വയ്ക്കാൻ തന്നെ കാരണം, നമ്മൾ ഇപ്പോൾ ആരുടെ കൂടെയൊക്കെ ആ ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെയൊക്കെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, ആരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ബഹുമാനം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ആരെ ബഹുമാനിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് പോലും വ്യക്തതയില്ലാത്ത ഒരു കാലഘട്ടമാണ്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാൽ ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ എണീറ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അങ്ങനെ എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് അടി വീഴാറുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മളെയൊക്കെ വളർത്തിയത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അവരോട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് പോലും എണീക്കാത്ത കുട്ടികളുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷം നമുക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു അധികാരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് വച്ചിരിക്കുന്നത്. ആരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആ ബഹുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ അധികാരത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് രാജാവിന്. കാരണം ഒരു രാജാവാകുമ്പോൾ ഒരു നാടിനെ തന്നെ, രാജ്യത്തെ തന്നെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവിടുത്തെ കുടിമക്കൾ അല്ലെങ്കിൽ അവിടുത്തെ ജനതകൾ. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ വലിയ ആൾക്കാരെ, എന്ന് വെച്ചാൽ മുതിർന്നവരല്ല. ഞാൻ ആ പെരിയാർ എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത്, ആരെയൊക്കെ ബഹുമാനിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അധികാരത്തിൽ പറയുന്നത്. ഈ ആദ്യത്തെ കുറളാണ്, അതായത് 891ാമത്തെ കുറൾ. ആറ്റുവാർ ആറ്റൽ ഇകഴാമൈ, പോറ്റുവാർ പോറ്റലുൾ എല്ലാം തലൈ. അതായത് തമിഴിൽ ഒരു ഗ്രന്ഥമുണ്ട്, പെരിയ പുരാണം എന്ന്. ഈ പെരിയ പുരാണം എന്ന് പറയുമ്പോൾ അതിൽ ഈ പെരിയാർ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ എങ്ങനെയാണ് നമ്മൾ പെരിയാർ എന്ന് പറയുന്നത്, ആരെയാണ് പെരിയാർ എന്ന് പറയുന്നത്? അതിൽ പറയുന്നത് செயற்கரிய செய்வார் പെരിയാർ എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്കാർ ചെയ്യുന്നതിനേക്കാളും, സാധാരണ ജനങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ഈ പെരിയാർ എന്ന് പറയുന്ന അവർ ചെയ്യുന്നത്. കാരണം
സാധാരണ ജനങ്ങൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അവരെയാണ് നമ്മൾ പെരിയാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. ആ செயற்கரிய செய்வார் എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ല. ചിലർക്ക് മാത്രമേ അത് പറ്റൂ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ജേസുദാസ് പോലെ പാടാൻ കഴിയുമോ, ഗോഡ് ഗിഫ്റ്റഡ് ആണെന്ന് പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കഴിവാണിത്. അപ്പൊ അത് എല്ലാവർക്കും അത് കിട്ടുമോ? ഇല്ല. അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യതയുള്ള ചില വ്യക്തികൾക്ക് അത് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ തഴയാൻ പാടില്ല. അതാണ് ആറ്റുവാർ ആറ്റൽ ഇകഴാമേ. ഒരു ഒരു വിഷയം, ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാള് ആ കാര്യത്തെ ചെയ്ത് തീർക്കും. അത് മാത്രമല്ല ഭംഗിയായി തന്നെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യപ്രാപ്തിയെ ഒരിക്കലും തഴയാൻ പാടില്ല. ആ വ്യക്തിയുടെ സഹായം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ പോറ്റുവാർ പോറ്റലുൾ എല്ലാം തലൈ. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മുടെ നമുക്ക് ആവശ്യമായ കാര്യത്തിൽ മാത്രം ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല, അദ്ദേഹത്തിനെ എപ്പോഴും ബഹുമാനിക്കണം. അതും എങ്ങനെയാണ്? മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതിനേക്കാൾ ഉപരി ഒരു പടിക്ക് മേളിൽ വെച്ച് വേണം നമ്മൾ അവരെ ബഹുമാനിക്കാൻ. കാരണം ഇപ്പൊ നമ്മുടെ രാജ്യസഭയില് അല്ലെങ്കിൽ നമുക്ക് രാജാവിന്റെ സദസ്സില് എപ്പോഴും ഒരു കവി കാണും. ആ കവി അന്നത്തെ കാലത്ത് ഈ കവികൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞോട്ടെ, കാരണം സമയമായില്ല എന്ന് വിചാരിക്കുന്നു. ഒരു തമിഴിലൊരു ഏറ്റവും മാസാത്തുവാർ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്. അതായത് ചേര സാമ്രാജ്യത്തിലുള്ള ഒരു രാജാവിനെ കാണാൻ വേണ്ടി ഇദ്ദേഹം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് നടന്നിങ്ങനെ വന്ന് തളർന്നാണ് വരുന്നത്. അപ്പോൾ ഈ കവിയെ കണ്ടപ്പോൾ എല്ലാവരും അകത്ത് കടത്തി വിട്ടു. അപ്പൊ രാജാവിന്റെ അടുക്കൽ പോയി കാണാൻ പോകുന്ന സമയത്ത് രാജാവ് മാത്രം കിടക്കുന്ന ഒരു മുരസ് കട്ടിൽ എന്ന് പറയും. ആ മുരസ് കട്ടിലില് ഇദ്ദേഹം വന്ന് അതിൽ കിടന്നുപോയി. കിടന്നപ്പം അറിയാണ്ടൊന്നും ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ആ രാജാവ് വന്നപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വാളിലാണ് കൈവച്ചത്. കാരണം ആ കട്ടിൽ ആരും കിടക്കാൻ പാടില്ല. അതെടുത്ത് വാളെടുത്തിട്ട് വെട്ടാൻ പോകുന്ന സമയത്താണ് കാണുന്നത് അത് ആരാണ്? ഈ കവിയാണ് കിടക്കുന്നത്. ഉടൻ തന്നെ ആ വാൾ അകത്തിട്ടിട്ട് രാജാവ് അവിടെ തന്നെ ഇരുന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഈ കവി ഉണർന്നപ്പോ അയ്യോ രാജാവല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ്, അയ്യോ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്? അല്ല, ഇത് ഞങ്ങള് രാജാവായാലും കവിയെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ കവിത്വത്തെയാണ് രാജാവ് ബഹുമാനിക്കുന്നത്. അതാണ് ഈ രാജാവിന് വേണ്ട അംശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജാവാണെങ്കിൽ അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. അവരെ ഒരിക്കലും മോശമായോ അപമാനിക്കുകയോ ചെയ്യരുത്. അതാണ് ആറ്റുവാർ ആറ്റൽ ഇകഴാമ എന്ന് പറഞ്ഞാൽ അപമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപമാനിക്കരുത്. പോറ്റുവാർ പോറ്റൽ, അവരെ എന്ത് ചെയ്യണം? എങ്ങനെയാണോ മറ്റുള്ളവർക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കുന്നത് അതിനേക്കാളും മുകളിലത്തെ ഒരു സ്ഥാനം വേണം അവർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് ഈ ഖുറനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. സന്തോഷകരമായ ഈ ദിനം നമുക്ക് പതിവ് പോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഗുണകരമായി മാറട്ടെ. 90-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പെരിയാരൈ പിഴയ്യാമൈ എന്നാണ് തമിഴിൽ അതിന്റെ ഹെഡിങ്. അത് മലയാളീകരിച്ച് നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ കൊടുത്തിരുന്നത് മഹത്തുക്കളെ നിന്ദിക്കായിക, ഗുരുനിന്ദ ഇല്ലായ്മ എന്നൊക്കെയുള്ള പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാകാൻ എനിക്ക് മറ്റൊരു പദം തോന്നുന്നത് ഇതാണ്: ആദരണീയനെ അപമാനിക്കരുത്. റെവറൻസ് ടു ഗുരു, ഡെനിഗ്രേറ്റിംഗ് ദി വെനറബിൾ. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മള് ഇവിടെ ഇരിക്കുന്നവര് ഒത്തിരി വലിയ പ്രായമുള്ളവരൊന്നും അല്ല, എങ്കിൽ പോലും
നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പ്രായം ചെന്നവര് അവരുടെയൊക്കെ മുമ്പിൽ എഴുന്നേക്കും, ഇല്ലെങ്കിൽ തലയെ കെട്ടിക്കൊണ്ട് പോകത്തില്ല, മുണ്ട് മടക്കി കുത്തി പോകത്തില്ല. ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ അത് ഒന്നുകിൽ മാറ്റി പിടിക്കും അല്ലെങ്കിൽ കളയും. നേരെ മുറുക്കിയോ മദ്യപിച്ചോ ഒന്നും പോയി ഇത്തരത്തിലുള്ള ബഹുമാനിതരുടെ മുമ്പിൽ, മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഒക്കെ നിൽക്കില്ലായിരുന്നു എന്നാണ് പൊതുവെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ കുറെ മാറിയിട്ടുണ്ട്. ഇന്ന് അതിനൊക്കെ പുതിയ തിയറികളൊക്കെ ആളുകൾ മെനഞ്ഞിട്ടുണ്ട്. അത് പല തലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. ഇന്നത്തെ അന്തിച്ചർച്ചകളും മറ്റുമൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ചിലപ്പോഴൊക്കെ ഇത് അടി വീഴുവോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ ഉപയോഗിക്കുന്ന പല വാക്കുകൾ അൺപാർലമെന്ററി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ കാലയളവിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ഇതൊക്കെ കുറെ പ്രാധാന്യമുള്ളതായിട്ടാണ് ഈ പാഠവും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാമുഖം കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ, ആത്മസംരക്ഷണത്തിൽ തൽപരരായവർക്ക് നമുക്കൊരു മാന്യതയുണ്ടെങ്കിൽ അത്തരക്കാരുടെ ആശങ്ക കഴിവുള്ളവരുടെ കഴിവുകളെ കുറച്ച് കാണരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെങ്ങാനും പറയുന്ന വഴി അവർക്കൊരു കുറവ് സംഭവിക്കുമോ എന്നുള്ളതാണ്. ബഹുമാനം അർഹിക്കുന്നവരെ നമ്മൾ തരം താഴ്ത്തുകയാണെങ്കിൽ അവ നിരന്തരമായ കഷ്ടപ്പാടുകൾക്ക് കാരണമാകുമെന്നാണ് തിരുവള്ളുവർ പഠിപ്പിക്കുക. നിങ്ങൾ സ്വയം നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഗുരുത്വമില്ലായ്മ, അവഗണനയോടെ പ്രവർത്തിച്ചോളുക, നിന്ദിച്ചോളുക എന്നാണ് അദ്ദേഹം പറയുക. കഴിവുള്ളവരെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന കഴിവില്ലാത്തവർ മരണത്തിന്റെ ദേവതയെ സ്വാഗതം ചെയ്യുന്നത് പോലെയാണെന്ന് അല്പ കടന്ന കൈയായി അദ്ദേഹം പറയും. ഒരാൾ എവിടെ ഓടിപ്പോയാലും എന്നേക്കുമായി ഒരു ഭരണാധികാരിയെ ഉഗ്രശക്തിയോടെ കോപിച്ച ശേഷം കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അവനൊരു ആശ്വാസവും കിട്ടത്തില്ല. ഈ രീതിയിലൊക്കെയാണ് ഒരാമുഖം പറയാനുള്ളത്. ഇതൊക്കെ മനഃശാസ്ത്രപരമായും സാമൂഹ്യ ശാസ്ത്രപരമായും താത്വികമായും ഒക്കെ തന്നെ ശരിയാണ്. നമുക്കിത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം. 891 കുറിലേക്ക് കടക്കുമ്പോൾ, ആറ്റുവാർ ആറ്റൽ ഇടകാമൈ, പോറ്റുവാർ പോറ്റലുൾ എല്ലാം തലൈ, ഇച്ഛപോൽ നേടുന്ന വലിയോരെ താഴ്ത്തായിക, രക്ഷയിൽ മുഖ്യമാം രക്ഷ. പ്രശംസിക്കുന്നവരുടെ ഏറ്റവും നല്ല ഗുണം കടമ നിർവഹിക്കുന്നവരുടെ മികവിനെ, പ്രവർത്തന മികവിനെ കുറ്റപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ അതിനെ മാനിക്കുക എന്നതാണ്. മുൻകടന്ന മഹാന്മാരെ ഇകഴ്ത്താതെ ഇരിക്കുകിൽ ഭാവിയിൽ പഴിയേൽക്കാതെ കഴിക്കാനുള്ള കാവലാം എന്നാണ് കവി അതിനെ ആലങ്കാരികമായി പാടിവെക്കുന്നത്. അപ്പോൾ അടുത്ത അതിന്റെ ഇംഗ്ലീഷ് വേർഷനിലേക്ക് ഓവർ ടു ഓമന ടീച്ചർ. The Tirukkural is a classic Tamil text consisting of 1330 couplets that offer profound wisdom on ethics, politics, and love. Chapter 90, often titled, as Joshi sir said, Not Offending the Great, emphasizes the critical importance of showing reverence to learned mentors and spiritual gurus. It warns that disrespecting those with great inner power can lead to inescapable ruin, regardless of one's own status or strength. By practicing humility toward these teachers, an individual secures both moral guidance and protection from self-destructive pride. This chapter serves as a timeless reminder that the wisdom of a guru is a light that must be honored
to avoid falling into darkness. To offend the great is to invite destruction. Even the strongest cannot survive the wrath of the wise. The best quality of those who praise is that they don't blame the workmanship of those doing duty. Tirukural 891 emphasizes that true greatness lies in honoring the efforts of those performing their duties rather than finding faults in their execution. It suggests that a person of high character offers support and appreciation to workers instead of nitpicking their craftsmanship or methods. The teaching in this Quran, true excellence is defined by the ability to see the value in another's service without being hypercritical. The moral, respecting the duty of others, preserves social harmony and encourages collective growth. The warning, constantly blaming the workmanship of those serving you, reveals a lack of maturity and inner nobility. In the spirit of the Taittiriya Upanishad, which teaches Devo Bhava, treat others as divine. There is a story of a young seeker who critiqued a humble potter for the uneven edges of his clay lamps. His guru intervened, explaining that the potter's duty was an act of meditation, an act of meditation, and the lamp's light would shine regardless of its symmetry. The guru taught that by blaming the workmanship, the seeker was blinded to the sacred effort behind the task. The student realized that true praise looks at the spirit of the service, not just the physical flaws. This mirrors Valluvar's idea that the best quality is maintaining respect for the doer, regardless of the imperfections in the deed. Let your speech be seasoned with truth and kindness. Never belittle the hands that serve you. Inspired by Vedic wisdom. Thank you, sir. അടുത്തത് 892 കുറളാണ്. പെരിയാറെ പേണാത് ഒഴുകിൻ പെരിയാറാൾ പേരാ ഇടുമ്പൈ തരും. ആദ്യം പറഞ്ഞത് നമ്മള് എങ്ങനെയാണ് ഈ മുതിർന്നവരെ അല്ലെങ്കിൽ ഈ പെരിയാരെ നമ്മള് ബഹുമാനിക്കണം. ഇനി അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. പെരിയാറെ പേണാത് ഒഴുകിൻ. അങ്ങനെ പെരിയാർ എന്ന് പറയുമ്പോൾ കഴിവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും വയസ്സുകൊണ്ടും ആവാം. അങ്ങനെ മുതിർന്നവരെ ഒരിക്കലും തരം താഴ്ത്തരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരെയാണോ ഏത് വ്യക്തിയാണോ നമ്മൾ ചെയ്തത് ആ വ്യക്തിയിലൂടെ തന്നെ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ഇപ്പോ പലപ്പോഴും പല സ്ഥലങ്ങളിലും ജോലി സ്ഥലമായാലും അല്ലെങ്കിൽ ഒരു സ്കൂളോ കോളേജോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അത് അവരെ വളരെയധികം മനസ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമായി മാറും. പലപ്പോഴും ഈ അംഗീകാരം കിട്ടാത്തതിന്റെ പേരിൽ പല പല പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ ആവാൻ കാരണം തന്നെ ഈ നമ്മളെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെ പിണങ്ങി പോകുന്ന ആൾക്കാരുണ്ടാകും. അപ്പൊ അവരിൽ ഒതുങ്ങില്ല. ചിലപ്പോ
ആരാണോ അവരെ അംഗീകരിക്കുന്നത് അവരുടെ അടുത്തായിരിക്കും പോയി ചേരുന്നത്. അപ്പൊ അത് രാജാവിനായാലും നമ്മുടെ വ്യക്തിപരമായാലും അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒരു രാജാവ് അവരുടെ രാജാവിന്റെ കീഴിൽ ഉള്ള ഭടന്മാരെയോ നല്ല കഴിവുള്ളവർ കാണും, അവരെ നമ്മൾ ബഹുമാനിക്കാതെ അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുമ്പോൾ അവരിലൂടെ തന്നെ അവരെ നമ്മൾ ചവിട്ടിത്താക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ തരത്തിൽ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആ സ്ഥാനം കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് അവരിലൂടെ തന്നെ ഈ രാജാവിന് വലിയ നഷ്ടങ്ങൾ വന്നു ഭവിക്കും. ആ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയായിരിക്കും വരുന്നത്. അതായത് ഒരു രാജാവിന് വേണ്ടത് വള്ളുവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉറു പകയും ഓവാപ്പിണിയും ചെറുപകയും ചേരാതിയൽപത് നാട്. അതായത് വിശപ്പ് പാടില്ല, അതുപോലെ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ, അതുപോലെ അസുഖങ്ങൾ. ഇത് മൂന്നും ഇല്ലാത്തതാണ് ഒരു നല്ല നാട്, ഒരു രാജ്യം എന്നാണ് വള്ളുവർ പറയുന്നത്. അപ്പൊ ഇത് മൂന്നും വന്നു ഭവിക്കും ഈ രാജാവിന്. കാരണം ഈ വ്യക്തിയെ, നല്ല കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ അവരിലൂടെ തന്നെ ഇത് വന്നു ഭവിക്കാൻ കാരണം അദ്ദേഹം വേറൊരാളെടുത്ത് പോവുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് പോവുകയും ചെയ്യും. അത് നമുക്ക് വലിയ നഷ്ടമായി തീരും എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എടുത്തോട്ടെ, കുറവില്ലല്ലോ. അധികാരം 90 മഹത്വക്കളെ നിന്ദിക്കായ കുറൾ 892. പെരിയാരെ പേണാത് ഒഴുകിൻ പെരിയാരാൽ പേരാ ഇടുമ്പി തരും. അതില് ആദ്യത്തെ വാക്ക് പെരിയാരെ, കരുത്തുകൊണ്ട് ഉയർന്നവരെ, പേണാതെ നന്നെ ബഹുമാനിക്കാതെ, ഒഴുകിൻ നടക്കുന്ന പക്ഷം, പെരിയാരാൽ ആ മഹത്തുക്കൾ മൂലം അവർക്ക് പേരാ ഇടുമ്പൈ ഒരു നാളും വിട്ടൊഴിയാത്ത വലിയ ദുരന്തങ്ങൾ തരും, ഫലമായി തീരും. രാജാവ് തന്നേക്കാൾ സമുന്നതരും മഹത്വക്കളും ആയവരെ യഥായോഗ്യം ബഹുമാനിച്ചു തന്നെ കഴിയണം. അങ്ങനെ അല്ലാത്ത പക്ഷം അവർ നിമിത്തം ഇഹത്തിലും പരത്തിലും ദുഃഖിക്കേണ്ടി വരും. ദുരിതങ്ങൾ ഒരിക്കലും വിട്ടൊഴിയുകയും ഇല്ല. വലിയോരെ ബഹുമാനിക്കായിൽ അവർ മൂലം ഒഴിയാത്ത ദുരിതമേ വായിക്കൂ. നമ്മള് മഹാഭാരതത്തിലായാലും അല്ലെങ്കിൽ രാമായണത്തിലായാലും ബഹുമാനിക്കേണ്ട ആൾക്കാരെ ബഹുമാനിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചു ആ മനസ്സിലെ വിഷമം അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വലിയൊരു ആപത്തായിട്ട് ഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് രാമായണത്തിൽ തന്നെ നമ്മുടെ രാമൻ കൊച്ചുനാൾ ഒരു വൃത്തയെ കല്ലെടുത്ത് എറിഞ്ഞ് അവരെ നോക്കുമായിരുന്നു എന്ന് ഉള്ളൊരു ഇത് വരുന്നുണ്ട്. അങ്ങനെ ചെയ്തതിന്റെ ഭരണപരമായിട്ടാണ് അവർ പിൽക്കാലത്ത് രാമന് കാട്ടിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം വരുന്ന സമയത്ത് ആ ഒരു രാജ്യം വിട്ടു പോകേണ്ട ഒരു സന്ദർഭത്തിൽ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഏശിനി പറഞ്ഞ് മറ്റവരുടെ മനസ്സിനെ മാറ്റുന്നത്. അതായത് അപ്പൊ കൊച്ചു അന്ന് ബഹുമാനക്കുറവല്ലായിരുന്നു, പക്ഷെ ബാല്യത്തിലുള്ള ആ കുസൃതി കാരണമാണ് രാമനത് അന്ന് അവരെ വേദനിപ്പിച്ചത്. പക്ഷേ അത് പിൽക്കാലത്ത് വലിയൊരു ആപത്തായിട്ട് പുള്ളിക്ക് തന്നെ രാമൻ തന്നെ അത് അഭിമുഖിക്കേണ്ടി വന്നു എന്നുള്ളതോട് ഞാൻ ഓർത്തു പോകുന്നുണ്ട്. ഓക്കെ. പെരിയാരെ പേണാതെ ഒഴുകിൻ പെരിയാരാൽ പേരാ ഇടുമ്പരും വലിയോരെ ബഹുമാനിക്കാകിൽ അവർ മൂലം ഒഴിയാത്ത ദുരിതമേ വായിക്കും. പോവാം. Good evening to all. Kural, Tirukural, Part 2, Porutpal, Division of Wealth. Chapter 90, Periyare Pirayamai, Reverence to Guru. Periyare Penadu Origin Periyaral Pera Idumbai Tari. If teachers are revoked, unending woes will come from their side. This chapter 90 advises
on the dangers of disrespecting or offending those who possess great power, wisdom, or moral strength. If a person behaves without a respect or fails to cherish the wise, experienced, if a person behaves without a respect or fails to cherish the wise, experienced, or powerful elders, they are inviting disaster. The result of offending such people is a non-moving or permanent everlasting trouble or suffering. Power of the great. The great refers to individuals who have high capabilities, like leaders, sages, or mentors. Their displeasure brings sufferings because they have the means to harm or ruin the offender. Context. While this often applies to kings, rulers dealing with the superior people in the context of statecraft, it also applies generally to social and ethical life, suggesting that disrespecting masters or sages brings continuous adversity. Summary. Do not insult or disregard the great wise, for their wrath brings inescapable, long-lasting misery. പെരിയാരെ പേണാത് ഒഴുകിൻ പെരിയാരാൽ പേരാ ഇടുമ്പൈ തരും. താങ്ക് യു. ഓവർ സർ. 893 ഖുറാൻ. കെടൽ വേണ്ടിൻ കേളാത് ചെയ്ക, അടൽ വേണ്ടിൻ ആറ്റുപവർ കൺ ഇഴുക്ക്. അതായത് നമുക്കെന്തെങ്കിലും നശിച്ചു പോകണം, നമ്മൾ നശിച്ചു പോകണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പെരിയാരെ മതിക്കാതെ അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷം നമ്മളെ നശിപ്പിച്ച് കളയും. അതാണ് കെടൽ വേണ്ടിൻ. ഇപ്പൊ നമ്മൾ നശിച്ചു പോകണം എന്നുണ്ടെങ്കിൽ കേളാത് ചെയ്യുക, ഈ വലിയവർ അല്ലെങ്കിൽ ഈ കഴിവുള്ളവരെ ബഹുമാനിക്കാതെ അവര് പറയുന്നത് കേൾക്കാതിരിക്കുക. കേളാത് ചെയ്യുക, അവരെ രണ്ട് അർത്ഥത്തിലെടുക്കാം. ഈ കേൾ എന്ന് പറയുമ്പോൾ തമിഴിൽ നട്പ് എന്നൊരു അർത്ഥമുണ്ട്. അത് തനതാക്കിക്കൊള്ളുക, അങ്ങനെ നമ്മതാക്കിക്കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കുക, രണ്ടും എടുക്കാം. അപ്പൊ അങ്ങനെ കേൾക്കാതിരിക്കുകയാണെങ്കിൽ അടൽ വേണ്ടി ആറ്റുപവർ കൺ ഇഴുക്ക്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇവരെ നമ്മതാക്കിക്കൊള്ളാതെ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് ഒരു തമിഴിൽ ഒരു കവി പറയാറുണ്ട്, ചിലപ്പോൾ അത് ഫേമസ് ആയ ഒരു വരിയാണ്. അത് യാതും മൂരെ യാവരും കേളീർ എന്ന് പറയും. എല്ലാ സ്ഥലങ്ങളിലും ഈ കവിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എവിടെ പോയാലും അവരെ റെസ്പെക്റ്റ് ചെയ്യും എന്ന് പറയും. കാരണം അദ്ദേഹം അത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കഴിവാണ്. കാരണം കവിത്വം അല്ലെങ്കിൽ ഈ കവി പാടാനുള്ള കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, പുറനാനൂറ് എന്ന് കേട്ടിട്ടുണ്ടാവും, സംഘം കൃതികളിൽ ഒന്നാണ്. അതിൽ പറയുന്നത് ഒരു രാജാവ് ഒരു കാലൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, കാലനെ വിളിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കവികൾ മാത്രമല്ല, ഈ പണ്ട് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്നത് ചെയ്യണമെന്ന്. ഒരു രാജാവിന് ഇത്രയും ഈ രീതിയിലെ നമ്മൾ വരിയൊക്കെ വാങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കടന്നു ചെല്ലുക എന്നുള്ളത്, ആ കൃതികൾ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഭരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാലനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. കാരണം അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് തുല്യമാണ് ഈ കഴിവുള്ളവരെ അല്ലെങ്കിൽ നല്ല
അറിവുള്ള ഒരു വ്യക്തിയെ അപമതിക്കുന്നത്, അവരെ അപമാനിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു നമുക്ക് എന്താണ് ശരി തെറ്റ് എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകത്തിനെ അത് മാറ്റി വെച്ചിട്ട് അതിനെതിരായി നമ്മൾ നടക്കുന്നത്. ഇപ്പൊ പുറനാനൂറിൽ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവ് ജനങ്ങളിൽ നിന്നും അധികമായി ടാക്സ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ ടാക്സ് ഈടാക്കുന്നതിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ വളരെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ അത് അറിഞ്ഞിട്ട് ആ രാജാവിനെ രാജാവിന്റെ നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു കവി വന്ന് പറയുകയാണ്, രാജാവേ, നീ ചെയ്യുന്നത് വളരെയധികം മോശമായ ഒരു പ്രവൃത്തിയാണ്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറയുന്നു. അതായത് ഒരു ആന കരിമ്പിൻ തോട്ടത്തിന്റെ അകത്ത് കടക്കുകയാണെങ്കിൽ ആ കരിമ്പ് അല്ലെങ്കിൽ നെൽവയൽ ഏതായാലും അതിനെ കഴിക്കുന്നത് ഈ ആന കഴിക്കുന്നതിനേക്കാൾ അധികം അതിന്റെ കാല് കൊണ്ട് ചവിട്ടി ഇല്ലാതാവുന്നതായിരിക്കും അധികം പോകുന്നത്. അതുപോലെ നിന്റെ രാജ്യം ഇല്ലാതാകും. എന്തുകൊണ്ട്? നീ അധികം ജനങ്ങളിൽ നിന്നും പിരിക്കാവുന്നതിന് കൂടുതൽ ഈ ടാക്സ് അല്ലെങ്കിൽ വരി പിരിക്കുകയാണെങ്കിൽ നിന്റെ രാജ്യം ഇല്ലാതാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രാജാവ് അത് അങ്ങനെ തന്നെ ഈ കവി പറയുന്നതിനെ കേട്ട് അദ്ദേഹം ആ വരി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അന്നത്തെ കാലത്ത് ഈ രാജാവ് കവിയെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. അവർ പറയുന്ന വാക്കുകൾക്ക് ഒരു മര്യാദ കൽപ്പിച്ചിരുന്നു. അങ്ങനെ ആവണം എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആറ്റുപവർ കൺ ഇഴുക്ക്, അങ്ങനെ വഴി പറഞ്ഞു തരുന്നവരുടെ വാക്കുകൾ കേൾക്കാതെ അതിനെ ഒരു വില കൽപ്പിക്കാതെ നമ്മൾ കടന്നു പോകുന്നത് എങ്ങനെയാണോ ഒരു നല്ല ഒരു നീതിനൂൽ എന്ന് പറയും, അതിനെ കടന്നു പോകുന്നതിന് തുല്യമാണ് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 893. கிடல் வேண்டிய கேளாது செய்க அடல் வேண்டின் ஆற்றுபவர் கண் இழுக்கு. கெடுதலினும் முன்பின் நினைக்காத ശത്രു വധ കടുവിനോട് പിഴ ചെയ്യലാകാം. ഞാൻ തമിഴിലേക്ക് വരാം. കിടൽ വേണ്ടി കേളാതെ ചെയ്യുക, അടൽ വേണ്ടി ആറ്റുപവർക്കാൻ ഇഴുക്ക്. അതില് ആദ്യത്തെ വരയില് അവസാനത്തെ വാക്ക്, 4ാമത്തെ വാക്ക് അടൽ വേണ്ടി, ശത്രുക്കളെ നിഗ്രഹിക്കേണ്ടിടത്ത്. ഇനി 2ാമത്തെ വരയിലെ ആദ്യത്തെ വാക്ക് ആറ്റുപവർക്കാൻ, അത് അപ്പോൾ തന്നെ കഴിവുള്ളോട് അങ്ങനെയുള്ള രാജാക്കന്മാരോട്. ഇനി 2ാമത്തെ വരയിലെ അവസാനത്തെ വാക്ക് ഇഴുക്ക്, പിഴകൾ. എന്നിട്ട് ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്കിന് വരിക ഇടൽ വേണ്ടി. തനിക്ക് നാശം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യ വരയിൽ 2ാമത്തെ വാക്ക് കേളാതെ, വരും വരായികൾ പറയപ്പെട്ടിരിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ. ആദ്യ വരയിലെ 3ാമത്തെ വാക്ക് ചെയ്യുക, ചെയ്തു കൊള്ളുക. അതായത് ശത്രുക്കളെ നിഗ്രഹിക്കേണ്ടിടത്ത് അത് അപ്പോൾ തന്നെ ചെയ്യാൻ കഴിവുള്ളവരോട് അങ്ങനെയുള്ള രാജാക്കന്മാരോട് പിഴകൾ തനിക്ക് നാശം തന്നെ വേണമെന്നുണ്ടെങ്കിൽ വരും വരായികൾ പറയപ്പെടുന്നതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്തു കൊള്ളുക. അതായത് നശിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയുണ്ട്. പരാക്രമികളെ പോലും നൊടിയിട കൊണ്ട് സംഹരിച്ച് വിരാജിക്കുന്ന യുദ്ധവീരന്മാരോട്, കരുത്തന്മാരായ രാജാക്കന്മാരോട് വരും വരെ അല്പം പോലും ചിന്തിക്കാതെ ശാസ്ത്രജ്ഞങ്ങൾ എന്ത് പാടില്ല എന്ന് വിലക്കുന്നുവോ അതിന് ലേശവും ചെവിടുക്കാതെ പിഴകൾ ചെയ്യുക. ആ പിഴകൾ ചെയ്യുമ്പോൾ കെടുതലിന് മുൻപിൽ നിൽക്കാതെ ശത്രുവധ കടുവിനോട് പിഴ ചെയ്യലാകാം ഉള്ള അവസ്ഥയിലേക്ക് മാറും എന്ന് കവി പറയും. ഓവർ. Thank you, sir. For self-destruction, one may adopt arrogance to those capable to finish anybody. Tirukural 893 warns that if a person desires their own certain destruction,
They need only behave with arrogance toward those who possess the power to annihilate them. It serves as a stark reminder that ego-driven defense against superior spiritual or physical forces is a path to immediate ruin. The story of Daksha Prajapati. The Puranic tale of Daksha Prajapati perfectly illustrates this self-destructive arrogance when he intentionally insulted Lord Shiva, the destroyer of the universe. Despite being warned of Shiva's immense power, Daksha's pride led him to exclude the deity from a grand sacrifice and publicly humiliate him. This blatant disrespect toward one capable of finishing anybody resulted in the manifestation of the fierce Virabhadra, who destroyed the sacrifice and decapitated Daksha. Through his haughty behavior, Daksha effectively invited his own downfall, proving that even powerful king cannot survive the wrath of the truly great. The story concludes with Daksha's ego being literally crushed, showing that humility is the only shield against such overwhelming force. Pride goeth before destruction, and a haughty spirit before a fail or before a fall. Thank you. അടുത്തത് 594. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ ആറ്റുവാർക്ക് ആറ്റാതാർ ഇന്നാസെയൽ. ഇതും പെരിയാരെ റെസ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ, അതായത് ആറ്റുവാർക്ക് ആറ്റാതാർ ഇന്നാസെയൽ. അതായത് ആറ്റുവാർക്ക് ആറ്റാതാർ എന്ന് പറയുന്നത് നല്ല കഴിവുള്ളവർ. ആറ്റൽ എന്ന് പറഞ്ഞാൽ തമിഴിൽ കഴിവ്, സ്കിൽ എന്നാണ്. എല്ലാ കഴിവുമുള്ള ആൾ, അതായത് ശാരീരികമായി ബലമുള്ള ആൾ, അതുപോലെ തന്നെ ബുദ്ധി സാമർഥ്യമുള്ള ആൾ, എന്താണ്, എവിടെയാണ്, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞ് എല്ലാ കഴിവും ഉള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ ആറ്റുവാർക്ക് ആറ്റാതാർ ഇന്നാസെയൽ, അദ്ദേഹത്തിന് ഒരു മോശമായി അയാളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോശമായി പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് എന്തിനു തുല്യം എന്ന് പറയുന്നുണ്ട്. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ. കൂറ്റം എന്ന് പറഞ്ഞാൽ കാലൻ എന്നാണ് അർത്ഥം. ആ കാലനെ കൈകൊണ്ട് വിളിക്കുന്നതിന് നീ ബാ എന്നെ കൊണ്ടുപോ എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള വലിയ ആൾക്കാരെ, അതായത് ഒന്ന് രാജാവിനെ പോലെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളെക്കാളും ഉയർന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ ശത്രുവാക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നടക്കും. നമ്മളിപ്പോൾ പല സിനിമകളിലൊക്കെ കാണാറുണ്ട് വലിയ വലിയ ആൾക്കാരെയൊക്കെ, അതായത് ഭരണത്തിലിരിക്കുന്നവരെയോ അല്ലെങ്കിൽ വേറെ പണത്തിൻ്റെ ഇത് കൂടിയ ആൾക്കാരെ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, ഇങ്ങനെ പലരെയും നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ശത്രുവാക്കുകയാണെങ്കിൽ, അവരെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ. കൂറ്റം എന്ന് പറഞ്ഞാൽ കാലനാണ്. കാലിനെ വിളിക്കുന്നതിന് തുല്യമാണ്. ആർക്ക് കൊടുക്കേണ്ട മര്യാദ നമ്മൾ കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ
ഇങ്ങനെയാണ് സംഭവിക്കുക. അതായത് നമുക്ക് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം അവരിലൂടെ തന്നെ നമുക്ക് പല പ്രശ്നങ്ങൾ വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറള് 894. കൂറ്റത്തെ കയ്യാൽ വിളിച്ചാൽ ആറ്റുവാർ കാറ്റാതാർ ഇന്ന ചെയ്യൽ. അതില് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ആറ്റുവാർക്ക് പ്രബലന്മാരായിട്ടുള്ളവർക്ക് രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ആറ്റാതാർ ബലമില്ലാത്തവർ. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഇന്ന ദ്രോഹങ്ങൾ. മൂന്നാമത്തെ വാക്ക് ചെയ്യുന്നത്. അത് പ്രബലന്മാരായിട്ടുള്ളവർക്ക് ബലമില്ലാത്തവർ ദ്രോഹങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് കൂറ്റത്തെ സ്വാഭാവികമായി തന്നെ വരുന്ന കാലൻ എന്ന് പറഞ്ഞാൽ യമൻ എന്നുള്ളവരാണ് യമകാലൻ എന്നതാണ്. അത് ഒരു സമയം വരുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വരും, അവരുടെ ജീവൻ അപഹരിക്കുമെന്നാണ് ഒരു പുരാണങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇതായിട്ട് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ കൈക്കൊട്ടി വിളിച്ച് നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് പ്രബലമായിട്ടുള്ളവരോടുള്ള ആ ശത്രുത കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാലനെ കയ്യാൽ അതിനു മുമ്പേ കൈ കാട്ടി വിളിച്ചു വരുത്തുന്നത് പോലെ ആകുന്നു. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വരും. അതിന് തരം നോക്കിയിരിക്കുകയാണ് ആ കാലൻ. അങ്ങനത്തെ ആ കാലനെ അങ്ങോട്ട് അന്വേഷിച്ച് കൈകാട്ടി ക്ഷണിച്ചു വരുത്തുക. എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് പ്രബലരും ഉദ്ദേശിച്ചതെന്തോ അത് ചെയ്തു തീർക്കുന്നവരുമായ ഉന്നതന്മാരോട് തിന്മ ചെയ്യുന്നത്. യമനെ തൻ കയ്യാൽ വിളിക്കുമ്പോൾ പ്രബലരോട് അവലന്മാർ തിന്മ ചെയ്തിടൽ. ഓവർ. കുറൾ 894. കൂറ്റത്തൈ കയ്യാൽ വിളിത്തറ്റാൽ ആറ്റുവാർക്കു ആറ്റാതാർ ഇന്ന ചെയ്യൽ. Weak harming strong is like a clapping and inviting god of death. Wherever they may go, whatever place they may be, those who have covered them will be found above them. The followers of great men who have taken them under their protection will thrive regardless of where they go or in what state they are. This couplet wants that insulting or offending those who have reached the pinnacle of knowledge and character will lead to downfall. Core message: importance of wise leaders, supporting or being protected by the wise ensures success and safety regardless of geographical distance or personal hardship. കൂറ്റത്തൈ കയ്യാൽ വിളിത്തറ്റാൽ ആറ്റുവാർക്കു ആറ്റാതാർ ഇന്ന ചെയ്യൽ. താങ്ക് യു. ഓവർ സർ. 895 കുറളാണ്. யாண்டு சென்று யாண்டும் உளராகார் വെന്ത് പിൻ വേന്ത് സിറപ്പെട്ടവർ. അതിൽ ആദ്യം എടുക്കേണ്ടത് വെന്ത് പിൻ വേന്ത് സിറപ്പെട്ടവർ എന്നാണ്. അതായത് വെന്ത് പിൻ എന്ന് പറയുമ്പോൾ വലിയ കഴിവുള്ള അല്ലെങ്കിൽ പ്രശസ്തരായ ആൾക്കാരെ എപ്പോഴും ശത്രുവാക്കാൻ ശ്രമിക്കരുത്. കൂടുതലും അവരെ നമ്മുടെ ഫ്രണ്ട്സ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർക്ക് എതിരെ പ്രവർത്തിക്കാതെയെങ്കിലും ഇരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതലും രാജാവിനെയാണ്. ഒരു പ്രശസ്തമായ ഒരു രാജാവിനെ, അല്ലെങ്കിൽ എല്ലാ കഴിവുമുള്ള നല്ല സേനകളുള്ള വാൾപ്പയറ്റ് പോലുള്ള എല്ലാ മല്യുദ്ധം, ഇങ്ങനെ എല്ലാ കഴിവുള്ള സേനകളുണ്ട്. ഇദ്ദേഹവും നല്ല വാൾപ്പയറ്റ് പയലുന്ന ഒരാളാണ് രാജാവ്. നല്ല ബുദ്ധിയുള്ള
മന്ത്രികളൊക്കെ കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു രാജാവിനെ വേറെ ഒരു രാജാവ് അതിനെ ശത്രുവാക്കുകയാണെങ്കിൽ ആ രാജാവെന്നും എടുക്കാം, ഇനി വ്യക്തിയായാലും എവിടെ ചെന്നൊഴിച്ചാലും അവരെ വിടില്ല എന്നുള്ളതാണ്. അതാണ് വേന്ത് ചിറപ്പെട്ടവർ. ഒരു ശത്രുവിനെ അദ്ദേഹത്തിന്റെ കഴിവെന്താണ്, അദ്ദേഹത്തിന്റെ ബലം എന്താണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലാതെ അവരെ ശത്രുവാക്കുകയാണെങ്കിൽ യാണ്ട് ചെണ്ട് യാണ്ടും ഉളരാകാർ. എവിടെ യാണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും എവിടെ ചെന്ന് ഒളിച്ചിരുന്നാലും അവരെ ഈ ആരെയാണോ ശത്രുവാക്കിയത് അവര് വിടില്ല. കാരണം അവർക്ക് അത്രയും ബലമുണ്ട്, അവരെ പോലെ ഒരു ശക്തിമാനില്ല. അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങനെ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരരുത്. അതാണ് ഇതിൽ ഉചിതമായ ഒരു തീരുമാനം. എപ്പോഴും നമ്മൾ അവരെ നമ്മുടെ ഭാഗത്ത് നിർത്താൻ നോക്കുക, അല്ലെങ്കിൽ അവരെ എതിർക്കാൻ പോവരുത്. നമുക്ക് അത്രയും കഴിവില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള രാജാക്കന്മാരെ അല്ലെങ്കിൽ ഇവരെ നമ്മൾ പകയ്ക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ച് പുറനാനൂറ്, തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പുറനാനൂറ്. അതിൽ പറയുന്നത് ഔവ്വയാർ കേട്ടിട്ടുണ്ടാവും. ഔവ്വയാർ എന്ന് പറയുന്നത് ഒരു സ്ത്രീ കവിയാണ്, അപ്പോൾ കവിയത്രി. അവര് പറയുകയാണ്, അവരും അതിയമാൻ എന്ന രാജാവുമായി വളരെ അടുത്ത ബന്ധത്തിലാണ്. അതിയമാൻ ഔവ്വയാർ ഫ്രണ്ട്ഷിപ്പിനെ പലരും അതിശയത്തോടുകൂടി കാണാറുണ്ട്. ഒരുപാട് കവിതകൾ ഔവ്വയാർ അതിയമാനെ കുറിച്ച് പാടിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ അവർ തമ്മിലുള്ള അടുപ്പമുണ്ട്. അപ്പോൾ അതിയമാനെ കുറിച്ച് അതിയമാനെ ആക്രമിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു രാജാവിനോട് ചെന്ന് ഈ ഔവ്വയാർ പറയുകയാണ്, എനിക്ക് നിന്റെ ഈ സേനാഫലങ്ങളെ കുറിച്ച് എനിക്ക് അറിയണം, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആ രാജാവ് കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടോ എൻ്റെ രാജ്യത്തിലുള്ള അമ്പ്, വില്ല്, ഇതിങ്ങനെ അവിടെയുള്ള പല പല ആയുധങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഔവ്വ പറയാണ്, ഓ നിന്റെ രാജ്യത്തുള്ള നിന്റെ അമ്പും വില്ല് അതുപോലുള്ള വാള്, ഈട്ടി, കുന്തം ഇതെല്ലാം നല്ല ഷാർപ്പായിരിക്കുകയാണ്, കാരണം അത് ഉപയോഗിക്കാത്തത് കൊണ്ട്. എന്നാൽ എൻ്റെ അതിയമാന്റെ രാജ്യത്തിലുള്ള അതെല്ലാം തന്നെ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു കൊല്ലന്റെ അടുത്താണ്. കൊല്ലൻ എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ ഈ ഇരുമ്പ് പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹമാണ് അതിന്റെ ഷാർപ്പ്നെസ് കൂട്ടിക്കൊടുക്കുന്നത്. കാരണം എപ്പോഴും അതിയമാൻ യുദ്ധം ചെയ്യും, അത്രയും കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് നീ അദ്ദേഹത്തിനെ തരം താഴ്ത്തി കാണരുത്. എൻ്റെ അതിയമാൻ അത്രയും ശക്തിമാനാണ്, അദ്ദേഹത്തിനോട് പൊരുതാൻ പറ്റില്ല എന്നുള്ളത് അടിവരയിട്ട് ഔവ്വ പറയുന്നുണ്ട്. കാരണം അതിയമാന്റെ ആയുധങ്ങൾ എപ്പോഴും യുദ്ധം ചെയ്ത് അതിന്റെ ഷാർപ്പ്നെസ് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് അത് എവിടെ കൊണ്ട് പണിയാൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിന്റേത് അങ്ങനെയല്ല, അത് അങ്ങനെ ഇരിക്കുകയാണ്, കാരണം നിനക്കത് പറ്റില്ല എന്നുള്ളത്. അപ്പോഴാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ ഒരു നല്ല ബലമുള്ള ഒരു രാജാവിനെ നമ്മൾ ഒരിക്കലും ശത്രുവാക്കാൻ പാടില്ല, അവരെ മിത്രമാക്കിക്കൊള്ളുന്നതാണ് ഉചിതം. അതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. 895 யாண்டு சென்று யாண்டும் உளராகார் வெந்து പിൻ വേങ്ക് ചിറപ്പെട്ടവർ. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് ആദ്യം എടുക്കുന്നത്. വെന്ത് പിൻ ഉഗ്രമായ ശക്തിയുള്ള. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് വേന്ത് രാജാവിനാൽ, ചിറപ്പെട്ടവർ കോപിക്കപ്പെട്ടവർ. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് യാണ്ട് ചെന്ന് ഏതൊരിടത്ത് ചെന്ന് വിളിച്ചാലും. എന്നിട്ട് അടുത്ത വാക്ക് യാണ്ടും ഒരിടത്തും. അതിന്റെ അടുത്ത വാക്ക് മുളരാകാൻ, ഉയിർ വാഴുന്നില്ല. അത് ഉഗ്രമായ ശക്തിയുള്ള രാജാവിനാൽ കോപിക്കപ്പെട്ടവർ യാതൊരിടത്ത് ചെന്ന് വിളിച്ചാലും ഒരിടത്തും ഉയിർ വാഴുന്നില്ല. അതായത് അതിശക്തനായ രാജാവിന്റെ കോപത്തിന് ഇരയാകുന്നവർ പിന്നെ ഒരിടത്തും പോയി ഒളിച്ചിട്ട് കാര്യമില്ല. ആ രാജാവിനെ ഭയപ്പെടുന്ന മറ്റു രാജാക്കന്മാരുടെ നാട്ടിൽ
അഭയം കിട്ടിയെന്ന് വരില്ല. അഥവാ ഒളിക്കാൻ പറ്റിയാൽ തന്നെ അഭയം തരുന്ന രാജാവും രാജ്യവും ശത്രുരാജ്യവും ആയിത്തീരും. അതിന്റെ തിക്തഫലങ്ങൾ വേറെയും. ചുരുക്കത്തിൽ അകാലത്തിലുള്ള അപമൃത്യുവിൽ കുറഞ്ഞ ഒരു പോംവഴിയും ഇല്ല എന്ന് കവി പറയുന്നുണ്ട്. എങ്ങൊളിച്ചീടിലും വായില്ല ഭക്തനാം മന്നന്റെ പക തന്നിലേറ്റാൽ. ഇത് ഒരു രാജാവിനെയാണ് അവിടെ മുൻനിർത്തി പറയുന്നുണ്ടെങ്കിലും ഇക്കാലത്ത് ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കണമെങ്കിൽ വളരെ ആളുബലവും ധനബലവും മറ്റുമുള്ള ഒരു ശക്തമായ ഒരാളോട് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പണത്തിന്റെ ബലത്തോളോ അല്ലെങ്കിൽ ആൾ ബലത്താലോ മറ്റവനെ നിഷ്ക്രിയമായിട്ട് നാശത്തിലേക്ക് കൊണ്ട് ചെന്ന് വിടും എന്നുള്ളതാണ് കവിയുടെ ഇത്. വ്യക്തിയായാലും രാജാവായാലും ഒരേപോലെയാണ്. അവരെ നമുക്ക് ശത്രുത അല്ലെങ്കിൽ പക പാടില്ല. അവരിൽ നിന്നും വേണമെങ്കിൽ പിന്മാറി ഒഴിഞ്ഞു പോവാം എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം കൂടി കവിയോട് തരുന്നു. പോവാം. കുറൽ 895. യാണ്ടു ചെൻഡു യാണ്ടും ഉളരാകാർ വെന്തുപ്പിൻ വേന്തു ചെറപ്പെട്ടവർ. One who provokes powerful king can't live anywhere at any place. The verse emphasizes the consequences of provoking a powerful ruler or leader. They who have incurred the severe wrath of a powerful king shall not find survival or safety, no matter where they go or in what place they seek refuge. Inevitability of doom. The verse highlights the escaping the anger of a mighty ruler is impossible, as their influence extends far. It is a cautionary advice on political prudence and the danger of insulting or challenging authority. It is a warning to maintain proper respect and conduct towards those in power. യാണ്ടു ചെൻഡു യാണ്ടും ഉളരാകാർ വെന്തുപ്പിൻ വെന്തു ചെറപ്പെട്ടവർ. താങ്ക് യു ഓൾ. ഓവർ സർ. 896. എരിയാർ ചുടപ്പടിനും ഉയ്വുണ്ടാം ഉയ്യാർ പെരിയാർ പിഴയ്ത്തൊഴുകുവാർ. അതായത് കാട്ടില് തീ പിടിക്കാറുണ്ടല്ലോ. കാരണം ചൂട് കൂടുമ്പോൾ കാട്ടുതീ എന്ന് പറയുന്നത് നമുക്ക് കാട്ടുതീയിൽ പെട്ടുപോവുകയാണെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നാൽ ഈ കാട്ടുതീയിൽ പെട്ടാൽ പോലും അവിടെ നിന്ന് പോലും നമുക്ക് രക്ഷയുണ്ട്. എന്നാൽ ഉയ്യാർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകില്ല. എരിയാർ ചുടപ്പടിനും ഉയ്വുണ്ടാം. അതായത് ഉയ്വ് എന്ന് പറയുന്നത് രക്ഷപ്പെടാൻ പറ്റും. ഈ കാട്ടുതീയിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഉയ്യാർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. പെരിയാർ പിഴയ്ത്തൊഴുകുവാർ. അതായത് ഈ പെരിയാർ എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ ഉള്ളവരായാലും നമ്മെക്കാളും വളരെയധികം ശക്തിമാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മെക്കാളും നല്ല അറിവുള്ളവരായിരിക്കാം, നമ്മെക്കാളും കൂടുതൽ കാശുള്ളവരായിരിക്കാം, ഏതെങ്കിലും ഒരു തരത്തിൽ വലിയവരാണ്. അത് തപസ് കൊണ്ടും ആവാം. അങ്ങനെയുള്ളവരാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തപസ് കൊണ്ടും മുതിർന്നവർ, അതായത് തപസ്സിന്റെ കഴിവുള്ളവർ, അതുകൊണ്ട് പലതും നേടിയവർ, അവരെ നമ്മൾ പുച്ഛിക്കാതിരിക്കുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് വളരെ രക്ഷപ്പെടാൻ കഴിയാത്തതാണ്. എങ്ങനെയാണ് നമുക്ക് തീയിൽ നിന്ന് പോലും രക്ഷ നേടാം. എന്നാൽ അവരെ നമ്മൾ നമ്മുടെ ശത്രുവാക്കുകയാണെങ്കിൽ ഒരിക്കലും രക്ഷയില്ല. കാരണം അവരുടെ കഴിവ് അത്രത്തോളമുണ്ട്. നമ്മെക്കാളും വളരെ ഉയർന്ന തരത്തിലാണ് അവർ നിൽക്കുന്നത്. അവരെ നമ്മൾ ഒരിക്കലും അപമതിക്കരുത്. അങ്ങനെ അപമതിക്കുകയാണെങ്കിൽ, അവരെ അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷം വരും. അതിൽ നിന്നും നമ്മൾ രക്ഷ നേടുക എന്നുള്ളത് ഒരിക്കലുമില്ല. അത്
ഈ കാട്ടുതീയിൽ ചെന്ന് നമ്മൾ സ്വയം ചെന്ന് ചാടുന്നതിന് തുല്യമാണ്. അതിൽ പോലും രക്ഷ നേടും. എന്നാൽ ഇവരെ അപമതിക്കുന്നത് അല്ലെങ്കിൽ അപമാനിക്കുന്നത് വളരെ ദോഷം ചെയ്യും എന്നതാണ് ഈ ഖുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. குறள் 896. பெரியார் சுடப்படினும் உய்வுண்டாம் ഉയ്യാർ പെരിയാർ പിഴച്ചൊഴുകുവാർ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്കും രണ്ടും മൂന്നും അതേപടി തന്നെ വരുന്നുണ്ട്. പെരിയാർ, കാറ്റിനുള്ളിലോ മറ്റോ എരിതീയാൽ. രണ്ടാമത്തെ വാക്ക് സുടപ്പടിനും പൊള്ളലേറ്റാലും ഉയ്വുണ്ടാം, രക്ഷ കിട്ടിയേക്കാം. എന്നാൽ രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് പെരിയാർ, ഗഹോപരത്താലും മറ്റും വലിയവരായിട്ടുള്ളവരോട്. രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ വാക്ക് പിഴത്തൊഴുകുവാർ, തിന്മകൾ ചെയ്യുന്നവർ. ഉയ്യാർ, ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഉയ്യാർ, എങ്ങനെ പോയാലും രക്ഷപ്പെടുകയില്ല. കാട്ടുതീ നടുവിൽപ്പെട്ട് ശരീരം മുഴുവൻ പൊള്ളിപ്പോയാലും ഒരു വേള രക്ഷപ്പെട്ടു എന്ന് വരാം. എന്നാൽ മഹത്തുക്കളോട് പിഴ ചെയ്ത് അവിടെ വൻ കോപമാകുന്ന തീയിൽ പെട്ടുപോയാൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല. കാട്ടുതീ ശരീരത്തെ മാത്രമേ പൊള്ളിക്കൂ. ഋഷീശ്വരന്മാരുടെയും മറ്റും കോപം പ്രാണനെ കൂടി നീറ്റിക്കളയുന്നു. എരിതീയിൽ വേഗിലും രക്ഷയുണ്ടാം, ഇല്ല വലിയോരിൽ പിഴ ചെയ്യോരെങ്കിൽ. ഓവർ. Qural 896. Burning fire perhaps can escape, but those doing wrong to powerful teachers cannot. Qural 897. 897 குறள். வகைமாண்ட வாழ்க்கையும் வான் பொருளும் எண்ணாம், தகைமாண்ட தக்கார் செறின். അതായത് തകൈമാണ്ട തക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും എല്ലാ ശീലങ്ങൾ കൊണ്ടും പലതരത്തിൽ തപസ് ചെയ്ത് അങ്ങനെയുള്ള കഴിവ് നേടിയ വ്യക്തികളെ ഒരിക്കലും, അങ്ങനെയുള്ള തമിഴിൽ പറയുകയാണെങ്കിൽ സാൻഡോർ എന്ന് പറയും, അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. അവരെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കാൻ പറ്റുമോ അത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒന്നും തന്നെ ഇല്ല എന്ന് കരുതിയാൽ മതി. അതാണ് വകൈമാണ്ട വാഴ്ക്കയും വാൺപൊരുളും എന്നാം. എന്നാം എന്ന് ചോദിച്ചാൽ വകൈമാണ്ട വാഴ്ക്കയും, പലതരത്തിലുള്ള സുഖഭോഗമായ നല്ല ജീവിതവും, വാൻപൊരുളും വാനോളം ഉയർന്നിരിക്കുന്ന സ്വത്തുക്കൾ, അതായത് കാശ്, എന്ത് വേണമെങ്കിലും എടുത്തോളാം. ഏത് തരത്തിലുള്ള വസ്തുക്കളായാലും ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു നേട്ടവുമില്ല. കാരണം നമ്മൾ തപസ് കൊണ്ടും വളരെ വലുതായ പല പല കാര്യങ്ങൾ ചെയ്ത് വലിയവരായിരിക്കുന്ന ആൾക്കാരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല, ഇതെല്ലാം നശിച്ചു പോകും. എന്നാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താകും? കാരണം അത് പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും നടക്കാം. അത് ഇല്ലാതാവും എന്നുള്ളതിൽ വളരെ വ്യക്തത ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നമുക്കിപ്പം ഈ ശകുന്തളയെ കുറിച്ച് അറിയാമല്ലോ. അപ്പൊ ശകുന്തളയുടെ ആ പുരാണ ഇതിഹാസ കഥകൾ എടുക്കുകയാണെങ്കിൽ ആ ശകുന്തള എന്ന് പറയുന്ന ആ വ്യക്തി വിശ്വാമിത്രന്റെ മകളാണല്ലോ. എന്നാൽ അവിടെ വരുന്ന ഒരു അവളെ വളർത്തിയ ആ മുനിയുടെ ശാപം കൊണ്ട് മാത്രമാണ് അവൾക്ക് ദുഷ്യന്തൻ ഇവളെ മറന്നു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പക്ഷെ അവൾ അവിചാരിതമായി ചെയ്തതാണ്. കാരണം അവൾ എപ്പോഴും ദുഷ്യന്തനെ തന്നെ ഓർത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പൂജയ്ക്ക് വേണ്ടിയുള്ള പൂക്കളും മറ്റു കാര്യങ്ങളും കൊണ്ടുവരാനായി കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ഇവൾ അതില് ആ ദുഷ്യന്തന്റെ ഓർമ്മയിൽ തന്നെ രസിച്ചിരുന്നത് കൊണ്ട് അവൾ അത് കേട്ടില്ല. പിന്നെയാണ് അവൾ ഓർക്കുന്നത്. അപ്പൊ അദ്ദേഹം ദേഷ്യം കൊണ്ട് അവളെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശാപവാക്കുകൾ ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. എപ്പോഴും നമ്മൾ അവരെ വണങ്ങണം. അറ്റ്ലീസ്റ്റ് വണങ്ങിയില്ലെങ്കിൽ പോലും അവരുടെ ശാപവാക്കുകൾ ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ ഓർമ്മയുള്ളത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നതാണ്. എപ്പോഴും ഈ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വിളക്ക് വച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് മാത്രമല്ല, പുറത്തിറങ്ങി എന്തെങ്കിലും അപശകനമായ വാക്കുകൾ ഉച്ചരിക്കരുത് എന്ന് പറയും എപ്പോഴും. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആ സമയത്ത് മുകളിലൂടെ പറന്നു പോകുന്ന ഋഷിമാരുണ്ട് പോലും, അവരത് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോകും അത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നടന്നു പോകുമെന്നാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് അവരിൽ പുറത്ത് പോവരുത്, ഇനി അഥവാ പോയാൽ പോലും ഇങ്ങനെയുള്ള വാചകങ്ങൾ പറയാതിരിക്കുക. കാരണം അത് എപ്പോഴും നല്ലതല്ല, മോശമായതായിരിക്കും ഭവിക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ എപ്പോഴും ഒരാളെ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ തരം താഴ്ത്തരുത് എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. തഹൈമാണ്ട തക്കാർ ചെറിൻ, ആ നല്ല അറിവും നല്ല തപസ് കൊണ്ടുള്ള വലിമയും, അതായത് ശക്തതയും ഉള്ള ഒരാളെ ചെറിൻ, അവരെ നമ്മൾ ശത്രുവാക്കുകയാണെങ്കിൽ, അവരുടെ ശാപം ഏറ്റുവാങ്ങുകയാണെങ്കിൽ, വഹൈമാണ്ട വാഴ്ക്കയും വാൻപൊരുളും എന്നാം, ഇത്രത്തോളം വാനോളം നമ്മൾ സ്വത്തുക്കളും വാനോളം കാശ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് അറിവുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് ഒരു കാര്യവുമില്ല, അവരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. குறள் 897. வகைமாண்ட வாழ்க்கையும் வான்பொருளும் என்னாம் തകൈമാണ്ട തക്കാർ ചെറിൻ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് തകൈ, നിഗ്രഹിക്കാൻ അനുഗ്രഹങ്ങൾക്ക് പ്രാപ്തമായ മഹത്വം കൊണ്ട്. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് മാണ്ട, മേന്മയേറ്റിയവരായ തക്കാർ ഋഷീശ്വരന്മാർ. നാലാമത്തെ വാക്ക് ചെറിൻ, രാജാവിനെ ഭവിക്കുകയാണെങ്കിൽ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് വകൈ, അംഗബലങ്ങളാൽ മാണ്ട സമൃദ്ധമായ. ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് വാഴ്ക്കയും, അവന്റെ രാജവാഴ്ചയും. നാലാമത്തെ വാക്ക് വാൻപൊരുളും, സമ്പാദിച്ച മഹേശ്വരങ്ങളും മഹാ ഐശ്വര്യങ്ങളും എന്നാം എന്ത് ഫലം ചെയ്യും. അതായത് അംഗഫലമാണ്ട വാഴ്വ് എന്താം, മഹേശ്വരം എന്താം, തപസ്സികൾ സഹിച്ചാൽ. മഹാ താപസന്മാരുടെ കോപത്തിന് പാത്രമാവുകയാണെങ്കിൽ, രാജാവിന് കടുങ്കപ്പടയുടെയും മറ്റും ശക്തിയാൽ വലയിതമായ ജീവിത പ്രൗഢി ഉണ്ടായാൽ പോലും അത് നിഷ്ഫലം തന്നു. നവരത്ന ധനധാന്യാദികൾ കുന്നുകൂടിയ അണ്ടാഹാരമുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് എന്താണ് ഒരു കാര്യം, അതും വിഫലം തന്നെ. അത് കാരണം അംഗഫലമാണ്ട് വാഗ് എന്താം, മഹേശ്വര്യ എന്താം, തപസ്സികൾ ശവിച്ചാൽ. അതുകൊണ്ട് തപസ്സികളുടെ ശാപം ഏറ്റ് കൊള്ളാത്ത രീതിക്ക് വേണം ജീവിക്കണം എന്ന് കവി ഇവിടെ പറഞ്ഞു നിർത്തും. പോവാം. കുറൾ 897. What use of steady life and immense wealth if the strong great men get furious? Kural 898. കുറൾ 898. കുன்றന്നാർ കുன்ற മതിപ്പിൻ കുടിയോട് നിன்றന്നാർ മായ്വർ നിലത്ത്. അതായത് കുன்றന്നാർ എന്ന് പറഞ്ഞാൽ കുന്റ് എന്ന് പറഞ്ഞാൽ മലയാണ്. ഈ മല പോലെ അത്രയും വലിപ്പമുடைய ഒരു ശക്തിയുള്ള ഒരാള്, അദ്ദേഹം നശിച്ചു പോകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരാൾ, അതായത് തപസ് കൊണ്ട് നല്ല വലിമ എന്ന് പറഞ്ഞാൽ ശക്തി, അത് തപസ് കൊണ്ട് മാത്രമാണ് ഇത്രയും കഴിവിനെ അദ്ദേഹം സ്വീകരിച്ചത്, അയാൾക്ക് കിട്ടിയത് ആ തപ വലിമ കൊണ്ട്. മാത്രമല്ല ഏത് കഴിവാണെങ്കിലും ഒരാളുടെ വളരെ പ്രയത്നം കൊണ്ടായിരിക്കും ആ കഴിവ് കിട്ടുന്നത്. അപ്പൊ അതിനെ ശരിയായി പ്രയോഗിക്കാനും അറിയണം ആ വ്യക്തിക്ക്. അങ്ങനെ ആ ശരിയായ പ്രവൃത്തിയിലൂടെ വളരെ വലിയവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ, അത്രയും തപവലിമയുള്ള ഒരാളെ
നശിപ്പിക്കണം എന്ന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. അതാണ് കുണ്ടന്നാർ കുണ്ട്. രണ്ടാമത്തെ കുണ്ട് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇല്ലാതാക്കുക എന്നതാണ്. അതായത് കുണ്ടുക എന്ന് പറഞ്ഞാൽ കുനിയുക എന്ന ഒരു മീനിങ് ഉണ്ട്. പിന്നെ അവരെ ഇല്ലാതാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കുണ്ടെന്നാർ കുണ്ട് മതിപ്പിൻ. അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും പിന്നെ അവരുടെ കുടിയോട് നിന്റന്നാർ മായ്വർ നിലത്ത്. ഈ അത്രയും കഴിവുള്ള ഒരാളെ, തപസ്സിന്റെ കഴിവായിരിക്കാം, അല്ലെങ്കിൽ വേറെന്ത് കഴിവായാലും, ഒരു മല പോലെ ഇരിക്കുന്ന ഒരാളെ ഇല്ലാതാക്കണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്ന വ്യക്തിയുടെ കുടുംബവും അത് ആ കുലത്തോടുകൂടി, കുലം എന്ന് പറയുമ്പോൾ ഇനി അവരിൽ ആരും തന്നെ അവശേഷിക്കില്ല, അത്രയും ആ രീതിയിൽ മുഴുവനായി തന്നെ അവർ നശിച്ചു പോകും. മായ്വർ നിലത്ത്, ഈ ഭൂലോകത്ത് തന്നെ അവര് കാണില്ല. അതാണ് കാരണം. അത്രയും തപസ് കൊണ്ടും പല കഴിവുകളും കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ അപമാനിക്കുക എന്നുള്ളത് സ്വയം നമ്മുടെ കുടുംബവും എല്ലാം നശിച്ചു പോകണം എന്നതിന്റെ തുല്യമാണ്. അപ്പോ അവരെ അങ്ങനെ അപമാനിക്കരുത് എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. குறள் 898. കുണ്ടെന്നാർ കുன்ற മതിപ്പേർ കുടിയോട് നിന്റെന്നാർ മായ്വർ നിലത്ത്. ആദ്യത്തെ വരയിലൊക്കെ അത് തന്നെയാണ്, വാക്കുകൾ അങ്ങനെ തന്നെ വരുന്നുണ്ട്. കുണ്ടെന്നാർ, വലിയ കുന്നു കണക്കെ മല പോലെ ഔന്നത്യം എഴുന്ന വിശിഷ്ടന്മാരെ കുன்ற, അവരുടെ മഹത്വം കുറയുമ്പടി മതിപ്പേർ, മതിപ്പിൻ, പ്രവർത്തിക്കാൻ നനയ്ക്കുന്നവരാണെങ്കിൽ. ഇനി രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്കം നിലത്ത്, ഈ ഭൂമിയിൽ നിന്റെന്നാർ, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് നിലനിൽക്കുന്നത് പോലെ തോന്നിക്കുന്നവർ മാത്രമായ അക്കൂട്ടർ കുടിയോട്, ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് കുടിയോട് തന്റെ കുലത്തോടുകൂടി മായ്വർ, അപ്പോൾ തന്നെ മുടിഞ്ഞു പോകുന്നു. അതായത് തലമുറകളോളം നിലനിൽക്കേണ്ടത്ര സമ്പത്തുള്ള രാജാക്കന്മാരായിരുന്നാലും പെരുമഴയിലും കൊടുവെയിലും യാതൊരു ഭാവഭേദവും ഇല്ലാതെ അചഞ്ചലമായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളെപ്പോലെ സുഖദുഃഖങ്ങൾ ഏസാതെ അക്ഷോഭ്യനായി തിളങ്ങുന്ന സഹോദരന്മാരെ നിന്ദിക്കുന്ന പക്ഷം അഴിയാത്ത സമ്പത്തോടും അഭിജാതമായ കുലത്തോടും കൂടി തന്നെ അവർ നിന്ന നിൽപ്പിൽ മുടിഞ്ഞു പോകുന്നു. സഹോദരന്മാരുടെ കോപത്തിന് മുൻപിൽ എത്ര വലിയ ഭൗതിക ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉന്നക്കും ഉന്നതരെ നിന്ദിക്ക് അക്കൂട്ടർ നിന്നപടി മുടിയുന്നു ശകുലം. പോവാം. Kurul 898. If the great people of mountain high dignity is contemned, those who condemn will vanish with all set from the earth. Kurul 896. குறள் 899. ஏந்திய கொள்கையார் சீரின் இடை முறிந்து വേന്തനും വേന്തു കെടും. അതായത് ഏന്തിയ കൊள்கைയാർ, ചീറിൻ എന്ന് പറഞ്ഞാൽ വളരെയധികം തപസ് ചെയ്ത് പല കഴിവുകളെയും നേടിയവരെ നമ്മൾ ശത്രുവാക്കുകയാണെങ്കിൽ വേന്തനും ഇടൈമുറിന്ത് വേന്തനും വേന്തുകെടും. ഇവിടെ വേന്തൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്നൊരു മീനിങ് ഉണ്ട്. അതായത് തൊൽക്കാപ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വേന്തൻ മേയ തീമ്പുനൽ ഉലകം എന്ന് വെച്ചാൽ വേന്തൻ. അതായത് തൊൽക്കാപ്യം എന്ന് പറയുന്നത് തമിഴിലെ ഏറ്റവും പഴയ ഒരു ഗ്രാമർ തിയറിയാണ്. അതിൽ അന്നത്തെ സംഘം ലിറ്ററേച്ചറിനെ മനസ്സിലാക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു കൃതിയാണ് ഈ ഗ്രാമർ പറയുന്ന ഒരു പുസ്തകമാണ് ഈ തൊൽക്കാപ്യം. അപ്പൊ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ലാംഗ്വേജിലും മലയാളം ഉൾപ്പെടെ പറയുന്നത്, അക്ഷരത്തിന് പറയും
പിന്നെ അക്ഷരം എങ്ങനെ അല്ല, ഒരു അക്ഷരം എങ്ങനെ വന്നു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അക്ഷരത്തിനെ എങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു വാക്കുകളാക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയും. പിന്നെ ഈ വാക്കുകൾ കൃതികളിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്ന് പറയും. അതോടുകൂടി അവസാനിക്കുന്നതാണ് മറ്റു ഭാഷകളിലെ ഈ ഗ്രാമർ. എന്നാൽ തമിഴിൽ അങ്ങനെയല്ല. ഐന്തിലക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ എഴുത്ത്, ചൊൽ, പൊരുൾ, യാപ്പ്, അണി എന്നാണ്. അതായത് എഴുത്തെന്ന് പറഞ്ഞാൽ അക്ഷരം, ചൊല്ലെന്ന് പറഞ്ഞാൽ വാക്ക്, അണി എന്ന് പറഞ്ഞാൽ അലങ്കാരം, യാപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഈ പദ്യങ്ങൾ ഏത് രീതിയിലാണ് അതിന്റെ സ്ട്രക്ചറിനെ പറയുന്നതാണ് ഈ യാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പൊരുൾ എന്ന് പറഞ്ഞ 4 എണ്ണം ബാക്കി എല്ലാ ഭാഷകളിലും കാണും. ഈ 5-മത്തെ ഒന്നാണ് പൊരുളണി, പൊരുൾ എന്ന് പറയുന്നത്. ഈ പൊരുൾ എന്ന് പറയുന്നത് അന്നത്തെ സംഘം കൃതികളിൽ വരുന്ന ആ ജീവിത ശൈലിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളെ 5 വകയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വരുമ്പോൾ വേന്തൻ മേയ തീമ്പുനൽ ഉലകം എന്ന് പറയും. അതായത് ഇന്ദിരൻ എന്ന് പറയുന്ന മീനിങ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ വേന്തൻ എന്ന് പറയുന്നതിനെ രാജാവ് എന്ന് എടുക്കുമ്പോൾ ദേവേന്ദ്രൻ എന്ന് എടുക്കാം. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. അത് തൊൽക്കാപ്യത്തിൽ അതിന്റെ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇന്ദിരൻ ഒരു കാലത്ത് ഈ ഒരു മുനി വന്നപ്പോൾ ഇന്ദ്രൻ സ്വന്തം ഇന്ദ്രലോകം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം സുഖമായി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സുഖത്തിൽ ലയിച്ചിരുന്നത് കൊണ്ട് ഈ മുനിവരെ, ഈ തപസ്വിയെ റെസ്പെക്ട് ചെയ്യാതെ ഇന്ദ്രൻ ഇരുന്നത് കൊണ്ട് ഇന്ദ്രന് പല ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നമുക്ക് പുരാണ കഥകൾ എടുക്കുമ്പോൾ കൂടുതലും ഈ ശാപങ്ങളുടെ കഥകൾ ഒരുപാടുണ്ട്. കാരണം ആ ശാപങ്ങൾ വരാൻ കാരണം അവരെ, ഈ തപസ്വിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആ ശാപങ്ങൾ വരുന്നത്. കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ തപസ് കൊണ്ടുള്ള ആ കഴിവുകളെ നേടിയെടുത്തിരിക്കുന്നത്. അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേവേന്ദ്രന് പോലും ജീവിതം ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ വേന്തനും വേന്ത് കെടും എന്ന് വെച്ചാല് ദേവേന്ദ്രന് പോലും കഷ്ടകാലമാണ്. അദ്ദേഹം പോലും എല്ലാം ഇല്ലാതായി. അത് ഏതൊരു രാജാവായാലും, ദേവേന്ദ്രൻ എന്ന് മാത്രമല്ല ഏതൊരു രാജാവായാലും അതിൽ ഇടയ്ക്ക് വെച്ചിട്ട് ആരെയാണോ നമ്മൾ ഈ തപസ്വിയെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ശത്രുതയിൽക്ക് ഉള്ളിൽ കൊണ്ടുവരുന്നത്, അതോടുകൂടി നമ്മുടെ എല്ലാം നശിച്ചു പോകും. അത് രാജാവായാലും ദേവേന്ദ്രനായാലും അതിൽ യാതൊരു സംശയവും വേണ്ട, അവര് നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ് എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. குறள் 899. வேந்திய கொள்கையார் சீரில் இடைமுறிந்து வேந்தனும் வெந்து வேந்து கெடும். ഉഗ്ര വ്രതനിഷ്ഠർ കോവിക്കിൽ ഇന്ദ്രനും ഭ്രഷ്ടനായി നാശമേൽക്കുന്നു. ഏന്ത്യ കൊள்கைയാർ ഉയർന്ന ആദർശബലമുള്ള മഹാത്മാക്കൾ തീരും കോപിക്കുകയാണെങ്കിൽ വേന്തനും ദേവേന്ദ്രൻ പോലും വേന്തുകളും ഭ്രഷ്ടനായി നശിച്ചു പോകുന്നു. അതികഠിനമായ തപസ് കൊണ്ട് ജ്വലിക്കുന്ന ആത്മചൈതന്യമുള്ള മഹത്തുക്കൾ കോപിച്ചാൽ ആ കോപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ആർക്കും ഉണ്ടാവില്ല. സാക്ഷാൽ ദേവേന്ദ്രൻ പോലും ഇടയ്ക്ക് വെച്ച് സ്ഥാനഭ്രഷ്ടനാവുകയും നശിക്കുകയും ചെയ്യും. ഖുറൽ 5:3-5 കാണുക. ഇന്ദ്രപദം ലഭിച്ച് നഹുഷന്റെ കഥ ഓർക്കുക. അഗസ്ത്യ മഹർഷിയുടെ കോപത്തിൽ ഇരയാവുകയും അദ്ദേഹത്തിന്റെ ശാപം മൂലം നഹുഷന് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഞാനൊന്ന് നേരത്തെ ഇറങ്ങിയാനെ. Okay. Qural 899. Even ruling king will be destroyed if the teachers of lofty idols get furious. Qural 900. குறள் 900. இறந்து அமைந்த சார்புடையராயினும் உய்யார் ചിറந்து அமைந்த ചീരാർ ചെറിൻ. അതായത് ചിറந்து அமைந்த ചീരാർ ചെറിൻ എന്ന് പറഞ്ഞാൽ പല തപസ്സുകൾ കൊണ്ട് നേടിയ കഴിവും ആ തപസ്വിയെ നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ, അദ്ദേഹം നമ്മളോട് വളരെ ദേഷ്യപ്പെടുകയാണെങ്കിൽ
അവരുടെ മുമ്പിൽ ഇറന്ത് അമൈന്ത സാർബടയാർ ആയിനും ഉയ്യാർ. അതായത് ഇങ്ങനെ ഈ ഒരു തപസ്വിയെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ശത്രുത നമ്മൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ, അവരുടെ കോപത്തിന് ആളാകുകയാണെങ്കിൽ, നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, അതായത് നല്ല സേനാഫലമുണ്ട്, വളരെയധികം കാവലുണ്ട്, ഇനി ആവശ്യത്തിന് അധികം തന്നെ നമുക്ക് കാശുണ്ട്, ഇനി നല്ല കൂടെ നിൽക്കുന്ന, ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ തപസ്വിയെ അദ്ദേഹം ആ തപസ് കൊണ്ട് നേടിയെടുത്ത കഴിവാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ കഴിവിനെ നമ്മൾ ബഹുമാനിക്കാതെ അദ്ദേഹത്തിന്റെ കോപത്തിനെ നമ്മൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ, ഇതെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ചിറന്ത് അമൈന്ത ചീരാർ ചെറിൻ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. അവരുടെ ദേഷ്യം ഏറ്റുവാങ്ങുക, അല്ലെങ്കിൽ അവരുടെ ശത്രുത നമ്മൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ, ഇറന്ത് അമൈന്ത സാർബുടയറായിനും ഉയ്യ, അതായത് ഒരുപാട് കഴിവുകൾ, അതായത് എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വളരെയധികം ഫലം തരുന്നത് ഒരു രാജാവിന് സേനകളാണ്. അതുമാത്രമല്ല നല്ല മിത്രങ്ങളുണ്ട്, നല്ല പോലെ കാശുമുണ്ട്. ഒരു രാജാവിനാണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്തുക്കൾ കാണുമല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. എന്നാൽ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലാതാവും. അതിന് ഉദാഹരണമാണ് ശിവനെ എതിർത്ത ഋഷിമാര്. തിരിപുരം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെ നശിപ്പിച്ചത് അവരുടെ തപസ് കൊണ്ട്. അവർ വിചാരിച്ചു ശിവനെ തന്നെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന്. ഏറ്റവും വലിയ മഹാശക്തിയായ ശിവന്റെ അടുത്ത് ഇത്രയും അഹങ്കാരം കാണിച്ച ആ മുനിമാരെ വരെ, മുനിമാർക്ക് പോലും അവരെക്കാളും ഉയർന്ന സ്ഥലത്തിലുള്ളതാണ് ശിവൻ. അപ്പോ ആ മഹേശ്വരനെ പകച്ചതുകൊണ്ട് അവർക്ക് അഴിവുണ്ടായി. അതാണ് തിരിപുരം എരിത്ത ശിവൻ എന്ന് പറയും. അപ്പോൾ ശിവന്റെ നെറ്റിക്കൺ കൊണ്ടാണ് അത് എരിച്ചു കളഞ്ഞത്. അതുപോലെ നമ്മൾ നശിച്ചു പോകും എന്നുള്ളതാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ തിരുക്കുറൽ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ഖുറലാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ഖുറൽ 900. ഇറന്ത മൈന്ത ചാർപ്പുടയ്യ ഇരായിനും ഇയാർ ചിറന്ത മൈന്ത ചീരാർ ചെറിൻ സഹബല മേറെയുള്ളോർക്കുമില്ല രക്ഷ മഹിതരാമർഷികൾ ശപിച്ചാൽ മഹാന്മാരായ സന്യാസിമാർക്ക് കോപം വന്നാൽ ധാരാളം കാവൽക്കാർ കാവൽ നിന്നാലും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ശ്രേഷ്ഠമായ മനോവീര്യം ഉൾക്കൊണ്ടോരെ പിണക്കുവിൽ അനേക മേന്മയുള്ളോരും തൽ കോപത്തിലമർന്നിടും എന്ന് കവി പാടും. ഇതിന്റെ മൊത്തത്തിൽ ഉപസംഹരിക്കുമ്പോൾ, ഒരാൾക്ക് തീയിൽ പൊരിച്ച നിലയിൽ നടക്കേണ്ടി വന്നാലും സാധിക്കും, അതിനെ അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ ആദരണീയരായ ആളുകളെ വ്രണപ്പെടുത്തിയതിനു ശേഷം അത് വളരെ ദുഷ്കരമായിരിക്കും. അഥവാ അതിനുശേഷമുള്ള അവരുടെ ജീവിതം വളരെ കഠിനമായിരിക്കും. അതിശക്തരായ മഹത്വവും വീര്യവുമുള്ള ആളുകളെ ഒരാൾ പ്രകോപിപ്പിച്ചാൽ എല്ലാ വശങ്ങളിലും അടിപൊളി ജീവിതമാണെങ്കിലും അപാരമായ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? പർവ്വതം പോലെ മഹത്തുക്കളായ മനുഷ്യർ അവഗണിക്കപ്പെടാതെ നമുക്ക് നോക്കണം.
പ്രത്യക്ഷത്തിൽ ദൃഢചിത്തരായി തോന്നുന്ന ആളുകൾ അവരുടെ വംശങ്ങളോടൊപ്പം ഈ ലോകത്തിൽ നശിക്കും. ഒരു ചക്രവർത്തി ഒരാളാണ്, എങ്കിൽ പോലും ഇത്തരക്കാർക്ക് പാളം തെറ്റുക തന്നെ ചെയ്യും. എന്നാൽ അവന്റെ ഉന്നതമായ ആദർശങ്ങളുള്ള ആളുകൾ പ്രകോപിതരായാൽ ഭരണം തകർന്നു. ഒരാൾക്ക് ഏറ്റവും മികച്ച സഖ്യകക്ഷികൾ ഉണ്ടാകാം, പക്ഷേ മികച്ച ഗുണമുള്ളവരുടെ കോപത്തെ അവന് അതിജീവിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ എല്ലാ സംഭവങ്ങളെയും കൂട്ടി വായിക്കാം, തകർന്നു പോകും. ധാർമ്മികമായ ജീവിതമാണ് ഗുണകരം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നിയമസഭയിലും മറ്റുമൊക്കെ ചിലപ്പോൾ അവസാനം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും രേഖയിൽ കാണില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പിന്നീട് വരുന്ന തലമുറ വായിച്ചറിയരുത് എന്ന് വിചാരിച്ചു കൂടിയാണ്. ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ട് അപ്പോൾ എല്ലാം കേൾക്കും. അതുകൊണ്ട് ഓരോരുത്തരെയും വിലയിരുത്തും. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വാവളിച്ചു കഴിയുമ്പോൾ അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒട്ട് മിക്കവർക്കും അറിയാം. അവരെത്ര വലിയ ആളാകട്ടെ, മന്ത്രിയോ അതിലും മുകളിലുള്ള ആളോ ആകട്ടെ, വാക്കുകൾ പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ അതൊക്കെ തിരുത്താൻ പറ്റില്ല. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊക്കെ നിലനിൽപ്പില്ല. ഇത് നമുക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഏതെല്ലാം തരത്തിൽ പുരോഗതി പ്രാപിച്ചാലും ഈ ബഹുമാന ആദരവുകൾ കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കില്ല. മുതിർന്ന ആളുകളോട്, മാതാപിതാക്കന്മാരോട് ഒക്കെ, വന്യ ഗുരുക്കന്മാരോട് ഒക്കെ നമുക്ക് ഇതിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ രാത്രിയിൽ ആശംസിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്ത ആഴ്ച വിശുദ്ധ വാരമാണ്. അതിലേക്കും ആളുകൾക്ക് ഈ നന്മയോടുകൂടി പ്രവേശിക്കാം. എല്ലാവർക്കും ദൈവം കരുണയും കൃപയും നൽകട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് ഓമന ടീച്ചറിന് ഈ മൈക്ക് കൈമാറുന്നതിന് മുമ്പ് ഇന്ന് ഇതിൽ പങ്കുചേർന്ന് ഇതിനെ ഏറെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ശാന്തി മാം, നയനാർ സാർ, സാബു സാർ, ജോർജ് സാർ, ഓമന ടീച്ചർ തുടങ്ങിയ എല്ലാവർക്കും എൻ്റെ ഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. If great saints happens get angry, though plenty of God's protective one cannot escape. Tirukural 900 teaches that when those of immense spiritual power are provoked to anger, no amount of worldly protection or royal guardianship can shield the offender from the consequences. This is powerfully illustrated in the biblical story of King Herod Agrippa, who accepted divine honors from a shouting crowd instead of giving glory to God. Despite being surrounded by his elite royal guards and sitting upon a secure throne, an angel of the Lord struck him down instantly for his arrogance. His military might and physical fortifications proved useless against a strike from the spiritual realm, leading to his swift and public demise.
The account serves as a grave warning that human defenses are transparent and fragile when one stands in opposition to the divine or the truly holy. He who stiffens his neck after many rebukes will suddenly be broken beyond remedy. Proverbs 29:1. The study of the Tirukural and its teachings on reverence to Guru, chapter 90, concludes that true wisdom begins with the humility towards those who possess greater spiritual and intellectual power. These couplets serve as a profound warning that ego and arrogance are the primary architects of an individual's own downfall. By honoring the great ones, a person secures a protective shield of guidance that no amount of material wealth or physical guardianship can provide. Ultimately, Valluvar emphasizes that life's success is not just about personal effort, but about aligning oneself with the light of realized masters. This chapter remains a timeless blueprint for maintaining the moral discipline required to navigate the world without self-destruction. A small poem. The mountain stands, the river flows. Toward the light the seeker goes, but the head to the master's feet, where ancient truth and mercy meet. For pride is wind, but grace is gold. The humble heart shall wisdom hold. I express my deepest gratitude to Sabu sir and Nayanar sir for their invaluable mentorship and for providing the academic guidance that made this study of the Tirukural possible. To all the participants, especially Shanti ma'am, George sir, Joshi sir, thank you for your active engagement and for contributing your thoughtful perspectives to our discussion on the reverence to Guru. I would also like to thank the viewers for their time and attention, as your interest in these timeless ethical teachings is truly appreciated. Thank you to all. താങ്ക് യു മാം, താങ്ക് യു ശാന്തി മാം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സെഷനാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്കൊരു സംശയം എപ്പോഴും മനസ്സിൽ വരുന്നത്, സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ മഹാഗുരുക്കന്മാർ ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ടോ? സർ, അതിന് ശരിക്കും ഒരു മറുപടി, നമ്മൾ ആദ്യം നമ്മുടെ പേരൻസിനെ റെസ്പെക്ട് ചെയ്ത് അങ്ങ് തുടങ്ങിയാൽ നമുക്ക് ഗുരുക്കന്മാരെ കണ്ടെത്താൻ പറ്റും. നമ്മുടെ എക്സ്പീരിയൻസിൽ അല്ല, അങ്ങനെ നോക്കുമ്പോ സാർ നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ ഉള്ളിലാണ് ആദ്യം. തിരുവള്ളവര് പഴയ കാലത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. പഴയ കാലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് എണ്ണി പറയാവുന്ന ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കോണ്ടെക്സ്റ്റ് സാറ് പറയുന്നത് ഒരു വശത്ത് ശരിയാണെങ്കിലും നമ്മുടെ ഉള്ളിലാണ് ഈ റെവറൻസ് വേണ്ടത്. നമ്മുടെ ആരുടെ ഉള്ളിൽ ഇപ്പൊ അതില്ല. ജോഷി സാർ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞില്ലേ, ഒരു ഗ്രേറ്റ്നെസ് ആയ ഒരു വ്യക്തിയുടെ വാക്കുകൾ ജീവിതത്തെ എത്രമാത്രം ബാധിക്കും, തീർച്ചയായിട്ടും ഡിസ്ട്രക്ട് ചെയ്ത് കളയുന്നതാണ്. ഇന്നത്തെ കോണ്ടെക്സ്റ്റില് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് ചോദ്യം. സാർ, പേരൻസ് തന്നെ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയ സാർ, മനസ്സ് ചുട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് അതേപോലെ സംഭവിക്കില്ലേ? സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാർ, ഈ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാന് ഇത് റെക്കോർഡിംഗ് അല്ലല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ ഹോൾഡ് ചെയ്യാം. ഒറ്റ സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യില്ല.